വിട്ടേക്കാം. അങ്ങനെയെങ്കിലും വിചാരിച്ചിട്ട് കേട്ടിട്ട് ഇതിനൊരു പ്രയോജനം വരും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈവുകളും ഫേസ്ബുക്കിൽ ചെയ്യുന്നത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഇസ്രായേലിലേക്ക് വരാനായിട്ട് നാട്ടില് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഇസ്രായേലിലേക്ക് ഏറ്റവും അടുത്തായിട്ട് വന്നിറങ്ങിയിരിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, പണ്ട് കാരണവന്മാര് പറയുന്ന ഒരു ചൊല്ലുണ്ട്, സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കുന്ന മലയാളികളെന്ന്. ഈ ഒരു പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ അടുത്തിടയ്ക്കായിട്ട് അരങ്ങേറുന്നുണ്ട്. ആ ഒരു കാര്യം എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നാട്ടിലിരുന്നെങ്കിലും ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്കിൽ ഈ ലൈവ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഇസ്രായേലിലേക്ക് നിലവില് അഗ്രികൾച്ചറൽ വിസ സ്റ്റോപ്പ് ചെയ്തിരിക്കുവാണ്. നിലവിൽ ഇവിടെ കൺസ്ട്രക്ഷൻ മേഖലയിലും കെയർ ഗീവിംഗ് സെക്ടറിലും മാത്രമേ ആൾക്കാർ വരുന്നുള്ളൂ, ആ വിസ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പല ലൈവുകളും ഞാൻ ചെയ്തു. യൂട്യൂബിൽ പല ഇൻഫർമേഷൻ ആയിട്ട് വീഡിയോ ചെയ്തു. കവല ഒബേദ് എന്ന് പറയുന്ന ഇവിടുത്തെ ഇസ്രായേലിലെ നിയമ സംവിധാനത്തിന്റെ ഓഫീസിൽ പോയിരുന്ന് ആ ഒഫീഷ്യൽസും ആയിട്ട് ലൈവായിട്ട് വീഡിയോ ചെയ്തു. എന്നിട്ടും ആളുകൾ പറ്റിക്കപ്പെടുന്നു. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും താഴെ വന്നിട്ട് കമന്റ് ആയിട്ട് ആൾക്കാർ പറയുവാണ്, ഈ പുള്ളിക്കാരി വെറുതെ പറയുന്നതാ, ഇന്നലെയും മിനിഞ്ഞാന്നും കൂടി 100 പേര് ഇവിടെ ഇറങ്ങി, 110 പേര് ഇവിടെ ഇറങ്ങി, ഇത് ചുമ്മാതെ പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഈ കമന്റ് ഇടുന്ന ആൾക്കാര് ഏത് സെക്ടറിലാണ് ഇവിടെ ആൾക്കാർ ഇറങ്ങുന്നതെന്ന് മാത്രം പറയുന്നില്ല. 100 പേര് ഇറങ്ങുന്നു, 110 പേര് ഇറങ്ങുന്നു, 150 പേര് ഇറങ്ങുന്നു, ഈ പുള്ളിക്കാരി ചുമ്മാതെ പറയുന്നതാണ്. ഒരു കമന്റ് ഞാൻ കണ്ടു, ഇവൾക്ക് വട്ടാണ് എന്ന് പറയും. എനിക്ക് വട്ടാ, ശരി, സമ്മതിച്ചു, എനിക്ക് ഭ്രാന്താ വട്ട, സമ്മതിച്ചു. അങ്ങനെ വരെ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഏത് സെക്ടറിലാണ് ഇപ്പോഴും നിലവിൽ ഇസ്രായേലിൽ ആൾക്കാർ ഇറങ്ങുന്നത് എന്ന് മാത്രം പറയില്ല. നിലവിൽ ആൾക്കാർ കൺസ്ട്രക്ഷൻ മേഖലയിൽ വരുന്നുണ്ട്, കെയർ ഗീവേഴ്സ് ആയിട്ട് വരുന്നുണ്ട്, നമ്മളില്ല എന്ന് പറയുന്നില്ല. അഗ്രികൾച്ചറൽ മേഖല മാത്രമാണ് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി കൺസ്ട്രക്ഷൻ മേഖലയിലും ആൾക്കാര് ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുത്ത് നിൽക്കുന്ന ആൾക്കാര്, നിലവില് പ്രോസസ്സിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് വന്ന് ട്രാഫിക് ആവുന്ന ഒരു സമയം വരുമ്പോ തൽക്കാലത്തേക്ക് അവരതൊന്ന് പോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ട്രാഫിക് കഴിയുമ്പോൾ അത് വീണ്ടും പ്രോസസ്സിങ്ങിലേക്ക് വരും. പക്ഷെ അഗ്രികൾച്ചറൽ വിസ നിലവിൽ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അഗ്രികൾച്ചർ അല്ല, കൺസ്ട്രക്ഷൻ മേഖല തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, ഇനി കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വരാനിരിക്കുന്ന, ഇനി ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോവാണ്. ഇസ്രായേലിലേക്ക് ജോബിന് ആൾക്കാരെ കൊണ്ടുവരുന്നത് 2 എഗ്രിമെന്റിലാണ്. ഒന്ന് B2B, 2 G2G. B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്, G2G എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ്. ഈ B2B എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ, അത് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനീസ്, ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനീസ് ആവാം, ഓക്കെ, അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്ട് ആവാം. ഇത് ഗവൺമെന്റിനെ ബാധിക്കുന്നില്ല. ഇന്ത്യ ഗവൺമെന്റിനെയോ ഇസ്രായേൽ ഗവൺമെന്റിനെയോ ബാധിക്കുന്നില്ല. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം മുതലുള്ള ഒരു വർക്കറിന് കിട്ടേണ്ട എല്ലാ നിയമ സാധ്യതകളും ഈ നാട് കൊടുക്കും. പക്ഷേ ഇവിടേക്ക് വരുന്നതിനുള്ള പ്രോസസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ഗവൺമെന്റ് ഏറ്റെടുക്കത്തില്ല. അതൊക്കെ പ്രൈവറ്റ് കമ്പനികളാണ് നോക്കുന്നത്. അതാണ് B2B. നിലവില് ഇസ്രായേലിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന കെയർ ഗിവേഴ്സ് ആണെങ്കിലും അഗ്രികൾച്ചേഴ്സ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവരാണെങ്കിലും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് ഈ B2B കോൺട്രാക്റ്റിലാണ്. പക്ഷേ ഏറ്റവും അടുത്തായി കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് മാത്രം, ഒന്നുകൂടെ ഞാൻ പറയുവാണ്, കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് മാത്രം G2G എന്ന എഗ്രിമെന്റ് പാസ്സായി എന്നുള്ളത് കേരളത്തിൽ മാത്രം അറിഞ്ഞിട്ടില്ല. അതായത് G2G, ഗവൺമെന്റ് ടു ഗവൺമെന്റ് എന്നാണ് ഈ ബൈലാറ്ററൽ എഗ്രിമെന്റിന്റെ പേര്. ഓക്കെ, ഗവൺമെന്റ് ടു ഗവൺമെന്റ്. ആൾക്കാരെ ഇസ്രായേൽ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ഇത് പാസ്സായിരിക്കുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് മാത്രമാണ്. ഏറ്റവും അടുത്തായിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാര് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ഇസ്രായേലിലേക്ക് വരുന്നത് വെറും 85,000 രൂപ കൊടുത്താണ്. അതായത് അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം, പിന്നെ ഒരു ചെറിയ സർവീസ് ചാർജ് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് 1,00,000 രൂപയുടെ താഴെ കൊടുത്താണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ G2G എഗ്രിമെന്റ് പാസ്സായി എന്നാണ്. കാരണം
ഇന്നും നോർത്ത് ഇന്ത്യയിൽ നിന്ന് കെയർ ഗീവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാവരും കൊടുത്തു വരുന്ന ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാ? കെയർ ഗീവേഴ്സ് മേഖലയിൽ ഇതുവരെ G2G എഗ്രിമെന്റ്, അതായത് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ബയലാറ്ററൽ എഗ്രിമെന്റ് ഇതുവരെ സൈൻ ആയിട്ടില്ല. അപ്പോ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കെയർ ഗീവേഴ്സ് ആയിട്ട് ഇപ്പോഴും 10, 12, 20, 21 ലക്ഷം രൂപ കൊടുത്ത ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. അതേസമയം കൺസ്ട്രക്ഷൻ മേഖലയില് ഇപ്പോ ആൾക്കാർ വരുന്നത് വെറും 65,000, 85,000, 1 ലക്ഷത്തിന് താഴെ രൂപ കൊടുത്തിട്ടാണ്. കേരളത്തിൽ നിന്ന് ഈ കഴിഞ്ഞ ആഴ്ച വരെ വന്ന ആൾക്കാര് വന്നത് 5.5 ലക്ഷം, 6 ലക്ഷം, ഏറ്റവും കുറഞ്ഞത് 4.5 ലക്ഷം, 4.5, 5, 5.5, 6.5, 7 ലക്ഷം രൂപ വരെ കൊടുത്തിട്ടാണ് കേരളത്തിൽ നിന്ന് കൺസ്ട്രക്ഷൻ മേഖലയിൽ ആൾക്കാർ ഇപ്പോഴും വരുന്നത്. ഇസ്രായേൽ ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും തമ്മിൽ ഈ G2G എന്ന എഗ്രിമെന്റ് പാസ്സായത് കേരള ഗവൺമെന്റ് അറിയാഞ്ഞിട്ടാണോ, അതോ കേരളത്തിലുള്ള ഏജൻസികളോ കേരളത്തിൽ നിന്നുള്ള സബ് ഏജന്റുമാര്, ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നവരടക്കമുള്ള സബ് ഏജന്റുമാര് അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അറിയാഞ്ഞിട്ടാണെങ്കിൽ അവരിലേക്ക് നമുക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് എത്തിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, NDTV എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒരു എന്താ പറയുന്ന ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ന്യൂസ് ഏജൻസിയാണ്, ന്യൂസ് ചാനലാണ് NDTV. ഓക്കെ, NDTVയില് വന്ന ഒരു ന്യൂസാണ്. ഡേറ്റ് സഹിതം ഞാൻ പറയാം. ഓക്കെ, 3rd April 2024. ഓക്കെ, ഏപ്രിൽ മാസം 3-ാം തീയതി 2024 NDTVയില് നമ്മുടെ ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെ, അതായത് ഇന്ത്യയിൽ മൊത്തത്തില് ഫേമസ് ആയിട്ടുള്ള, അത് ഇന്ത്യയിൽ മാത്രമല്ല, ഒരു എന്താ പറയുക, ഞാൻ നെറ്റിൽ ഒരുപാട് ഞാൻ സെർച്ച് ചെയ്ത്, ഞാൻ ഒരുപാട് പഠിച്ചിട്ടാണ് കേട്ടോ ഈ ലൈവ് ചെയ്യുന്നത്, ചുമ്മാതെയൊന്നും അല്ല. ഞാൻ നോക്കി, NDTV എന്ന് പറയുന്നത് ഇന്നത്തെ മോസ്റ്റ് വാച്ചഡ്, ക്രെഡിബിൾ ആൻഡ് റെസ്പെക്റ്റഡ് ന്യൂസ് ചാനൽ എന്നാ കണ്ടേ. NDTV നിങ്ങൾക്ക് എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഗൂഗിളിൽ പോയാൽ കിട്ടും കേട്ടോ. അവര് ഏപ്രിൽ മാസം 3-ാം തീയതി 2024 ഏപ്രിൽ മാസം 3-ാം തീയതി കൊടുത്തേക്കുന്ന ന്യൂസാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, the G2G mechanism has been worked out to keep away middlemen and to make the process of hiring fair through the screening test conducted by Israeli examiners who visited India a few times and coordinated the process with the Indian government agencies. ഓക്കെ, അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, ഇസ്രായേലിൽ നിന്ന് നാട്ടിൽ വന്ന് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് സഹകരിച്ച് നേരിട്ട് എക്സാമിനേഷൻ നടത്തി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ G2G മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെക്കാനിസത്തിലൂടെ ഏറ്റവും ആദ്യത്തെ ബാച്ച്, the first batch of more than 60 workers from India have arrived in Israel under a government to government agreement to bolster the country's construction industry facing a huge shortage of trained hands. The G2G mechanism has been worked out to keep away middlemen and to make the process of hiring fair through the screening test conducted by Israeli examiners who visited India a few times and coordinated the process with the Indian government agencies. Okay, ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് G2G ബൈലാറ്ററൽ എഗ്രിമെന്റ് പ്രകാരമാണ് ഏറ്റവും ആദ്യത്തെ ബാച്ച് ഇവിടെ വന്നതെന്ന്. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലാണ്, നോർത്ത് ഇന്ത്യയിലുള്ള ന്യൂസ് ചാനലാണ്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ന്യൂസ് മാധ്യമങ്ങളുണ്ട്, ചാനലുകളുണ്ട്. പല മാധ്യമങ്ങളെയും ഞാൻ കോണ്ടാക്ട് ചെയ്തു. ആരും ഈ ന്യൂസ് കൊടുക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാ? നോർത്ത് ഇന്ത്യയില് ഈ ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ് പ്രകാരം ആളുകളെ ഇവിടെ ഇറക്കി, ഫസ്റ്റ് ബാച്ച് ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇവിടെ ഇറങ്ങിയതിന് തെളിവ് സഹിതം നോർത്ത് ഇന്ത്യ മാധ്യമങ്ങള് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും അറിയാതെ പോകുന്നു? എന്തുകൊണ്ടാണ് അറിയാതെ പോകുന്നത്? കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആൾക്കാര് കേരളത്തിന് വെറും 7ാം കൂലികളാണ്. ഇവിടെ 2 ഇന്ത്യക്കാർ മരിച്ചു. ഒരു ആദരാഞ്ജലി പോസ്റ്റ് പോലും ഇടാൻ തയ്യാറാവാത്ത ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യ മാധ്യമങ്ങളും നമ്മളെ എന്തിന് പരിഗണിക്കണം?
ഇന്ത്യക്കാര് ഉണ്ടല്ലോ പറ്റിക്കാനും പറ്റിക്കപ്പെടാനും. നമ്മൾ ഇന്ത്യക്കാര് അല്ലെങ്കിൽ മലയാളികള് ഇപ്പോഴും തയ്യാറായിട്ട് ഇവിടെ ഇരിക്കുവാണ്. എന്തിനാ കേരളത്തിലെ മാധ്യമങ്ങൾ മുന്നോട്ട് വരുന്നത്? നമുക്ക് ആർക്കും പരാതിയൊന്നും ഇല്ലല്ലോ. 5 ലക്ഷം ചോദിച്ചാലും 4 ലക്ഷം ചോദിച്ചാലും 6 ലക്ഷം ചോദിച്ചാലും 7 ലക്ഷം ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറായിട്ട് മലയാളികൾ നിൽക്കുവാണ്. അപ്പൊ മലയാളികളെ, ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അഗ്രികൾച്ചറൽ വിസ സ്റ്റോപ്പ് ചെയ്തിരിക്കുവാന്ന് ഞാൻ പല പ്രാവശ്യം വീഡിയോ ചെയ്തു. ഞാൻ മാത്രമല്ല, ഞാൻ കവലോപതിൽ പോയിട്ട് അവിടെ ഇരുന്ന് അവിടുത്തെ ഒഫീഷ്യലുമായിട്ട് ഡയറക്റ്റ് ലൈവ് വീഡിയോ ചെയ്തതിന് ശേഷം പോലും ഇവിടുന്ന് ഇസ്രായേലിൽ നിന്ന് ഒരു ഇസ്രായേലിനെ നാട്ടിൽ വരുത്തി ഒരു ഇസ്രായേലി വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ ഇത് സത്യസന്ധമായ കാര്യമാണ്. ഇപ്പോഴും അഗ്രികൾച്ചറിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നു എന്ന വ്യാജേന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പൈസ മേടിക്കുന്ന ഏജന്റുകള് ഇപ്പോഴും കേരളത്തിലുണ്ട്, ഇസ്രായേലിലുണ്ട്. എന്തുകൊണ്ടാ? ഒരു ഇസ്രായേലിയുടെ മുഖം കണ്ടു, കോട്ടും സ്യൂട്ടും ഇട്ട് ഒരു ഇസ്രായേലി അവിടെ ചെന്നിരിക്കുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു. ഓ, ഇസ്രായേലി അല്ലേ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നേ? അപ്പൊ അതിനകത്ത് സത്യസന്ധമായ കാര്യമാണ്. ഈ ഇന്റർവ്യൂ ചെയ്ത ഇതേ ഇസ്രായേലി ഇതിനു മുന്നേ നാട്ടിൽ വന്ന് ഇന്റർവ്യൂ ചെയ്ത് ഇവിടെ ഇസ്രായേലിൽ ഇറങ്ങി ഇവിടെ അഗ്രികൾച്ചറൽ മേഖലയിൽ ഫുഡും ഇല്ല, കിടക്കാൻ ബെഡ് പോലും ഇല്ല, ടോയ്ലറ്റും ഇല്ല, കിച്ചനും ഇല്ല, ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കള് ഈ നാട്ടിൽ പോയി ഇന്റർവ്യൂ ചെയ്ത ഇസ്രായേലിയെ ഇവിടെ ഡെയിലി കണ്ടോണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? നാട്ടിൽ വന്ന് കോട്ടും സ്യൂട്ടും വിട്ട് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് നമ്മളെ ഇന്റർവ്യൂ ചെയ്താൽ നമ്മുടെ വിചാരം, ഓ ഇത് ഇസ്രായേലി അല്ലേ, ഇസ്രായേലി പറയുന്ന എല്ലാം സത്യമാണ്. നാട്ടിൽ വരുന്ന ഇസ്രായേലികൾ എല്ലാവരും ജെന്യൂൻ അല്ല. നമ്മുടെ പ്രൈവറ്റ് ഏജൻസികള്, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏജന്റുമാര് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇസ്രായേലിയെ നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് വലിയ ചെലവൊന്നുമില്ല. ഒരു ഇസ്രായേലിലേക്ക് നാട്ടിലേക്ക് ഒരു വിസ കിട്ടണമെങ്കിൽ വലിയ ചെലവൊന്നുമില്ല. ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്താൽ മതി. ഒരു കോട്ടും സ്യൂട്ടും വിട്ട് ഇസ്രായേലി അവിടെ വന്ന് നമ്മുടെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യും. എന്തിനാ മലയാളികളെ കോട്ടും സ്യൂട്ടും വിട്ട്? അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ ഞാൻ പറഞ്ഞേ, നമ്മുടെ കാരണവന്മാര് പറയുന്ന ഒരു ചൊല്ല്, സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കുന്ന മലയാളി. അതാണ് ഇവിടെ പറ്റുന്നത്. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്ന എല്ലാവരും ചോദിക്കും, എന്നാ പിന്നെ ചേച്ചിക്ക് അല്ലെങ്കിൽ അമ്മായിക്ക് അല്ലെങ്കിൽ അമ്മച്ചിക്ക് ഇവിടെ പൈസ ഇല്ലാത്ത കുറെ ആൾക്കാരെ ഇറക്കി കൊടുക്കരുതോ എന്ന് ചോദിക്കും. ഞാൻ ആ കാര്യങ്ങൾ ചെയ്യാറില്ല. ഇവിടെ ആൾക്കാരെ ഞാൻ ഇറക്കാറില്ല. ആൾക്കാരെ ഇറക്കി ഞാൻ പൈസ ഉണ്ടാക്കാറില്ല. എനിക്ക് ആ പൈസ വേണ്ട. പാവങ്ങളുടെ കണ്ണീര് ഊറ്റിയെടുക്കുന്ന പൈസ എനിക്ക് വേണ്ട. പക്ഷേ അന്യായത്തിന് നേരെ ഞാൻ കൈ ചൂണ്ടുക തന്നെ ചെയ്യും. ഒരു 10,000, 25,000, 50,000 രൂപയ്ക്കോ വേണ്ടിയിട്ട്, കമ്മീഷന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പ്രൈവറ്റ് ഏജൻസികളുടെ കൂട്ടുപിടിക്കുന്ന ഏജന്റുമാരായിട്ടുള്ള കൂട്ടുകാരും എനിക്ക് വേണ്ട. പലരും എന്നോട് ചോദിച്ചു, ചേച്ചിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും ഇവിടെ ആൾക്കാരെ ഇറക്കുന്നുണ്ടല്ലോ എന്ന്. ഇവരുടെ ആരുടെയും കൂടെ ഇവിടെ വിസ കൊടുക്കാനോ ആൾക്കാരെ ഇറക്കാനോ കൂട്ടു നിൽക്കുന്ന സ്വഭാവം ഷൈനി ബാബുവിനില്ല. ഒരു സുഹൃത്തുക്കളെയും അന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഷൈനി ബാബു പ്രോത്സാഹിപ്പിക്കുകയുമില്ല, കൂട്ടു നിൽക്കുകയുമില്ല കേട്ടോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, കൺസ്ട്രക്ഷൻ മേഖലയില് ഇന്ത്യ ടു ഇസ്രായേൽ G2G, ഗവൺമെന്റ് ടു ഗവൺമെന്റ് ബൈലാറ്ററൽ എഗ്രിമെന്റ് സൈൻ ആയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ഏറ്റവും ബിലീവബിൾ ആയിട്ടുള്ള ചാനൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നാട്ടിലെ ചാനൽ വിട്ടേക്ക്, നാട്ടിലെ എല്ലാ ചാനലുകളെയും നമുക്കറിയാം ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യും. ഓക്കെ. ഇനി ഇസ്രായേലിലെ പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലെ? മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ ആണ്. അതിന് ഹീബ്രുവിൽ പറയുന്നത് റഷൂത്ത് ഹൊഹ്ലിസീൻ ഹഗീറ എന്നാ പറയുന്നത്. ഈ പേജ് ഹീബ്രുവിലാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് ഞാൻ ഇതെല്ലാം, ഈ വെബ്സൈറ്റുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്ന് പഠിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഈ ലൈവ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാതെ എനിക്ക് തലയിൽ തോന്നുന്ന എന്നാ പറയുന്നേ, അങ്ങനെ ഇരുന്നപ്പോ തോന്നിയ ഒരു പരിശുദ്ധാത്മാവ് തന്ന പ്രസാദവരം കൊണ്ട് പറയുന്ന ഒന്നുമല്ല. കൃത്യമായിട്ട് ഇന്ത്യയുടെ വെബ്സൈറ്റ്, ഇന്ത്യ ഗവൺമെന്റിന്റെ വെബ്സൈറ്റും, അതായത് ഇസ്രായേൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റും ഇന്ത്യൻ എംബസിയുടെ, ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റും, ഈ 3 വെബ്സൈറ്റും ഇരുന്ന് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. ഓക്കെ. പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റി എന്ന ഇസ്രായേൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഗവൺമെന്റും ഇസ്രായേൽ ഗവൺമെന്റും തമ്മിൽ G2G ബൈലാറ്ററൽ എഗ്രിമെന്റ് ഒപ്പിട്ടതിന് പ്രകാരം ഇത്ര വർക്കേഴ്സ് ഇന്ന ദിവസം ഇസ്രായേലിൽ ഇറങ്ങി എന്നുള്ളത്. ഇനി ഈ വെബ്സൈറ്റ് എല്ലാം വിട്ടേക്ക്. ഓക്കെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം കവല ഓവിദിന്റെ ഒഫീഷ്യൽ ഓഫീസിൽ പോയിരുന്നിട്ട് ഒരു ലൈവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അന്ന് ഞാൻ ഈ കൺസ്ട്രക്ഷൻ മേഖല കൈകാര്യം ചെയ്യുന്ന ആളുടെ ഓഫീസിൽ പോയിരുന്ന് ഈ കാര്യം ഡയറക്റ്റ് സംസാരിച്ച് ആ ആൾ എന്നോട് ഡയറക്റ്റ് പറഞ്ഞതാണ്, ഈ 109 പേര് ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ ഇറങ്ങിയ ദിവസം
എയർപോർട്ടിൽ പോയി ഈ 109 പേരെയും റിസീവ് ചെയ്ത ആളോടാണ് ഞാൻ സംസാരിച്ചത്. ആ ആൾ എന്നോട് പറഞ്ഞതാണ് വെറും 85,000 റുപ്പീസ് ടിക്കറ്റ് ചാർജ് പ്ലസ് സർവീസ് ചാർജ് കൊടുത്തിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നത്. ഓക്കെ, ഇതിനൊക്കെ കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നിറങ്ങിയ ആൾക്കാരും നോർത്ത് ഇന്ത്യയിൽ നിന്നിറങ്ങിയ ആൾക്കാരും ഒരേ റൂമിൽ ഒരുമിച്ച് താമസിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ ഒരേ സമയത്ത് എണീക്കുന്നു, ഒരേ സമയം ജോലിക്ക് പോകുന്നു, ഒരേ മണിക്കൂറുകൾ ജോലി ചെയ്യുന്നു, ഒരേ ശമ്പളം വാങ്ങിക്കുന്നു. അവര് ഒരേ റൂമിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുവാണ്. നീ എത്ര കൊടുത്തിട്ടാ വന്നേ? കേരളക്കാരെല്ലാം സ്തംഭിച്ചിരിക്കുക. ഉടുപ്പി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ പറയുന്ന കേട്ടിട്ട് നമ്മുടെ ആൾക്കാർ സ്തംഭിച്ചിരിക്കുക. അവരിൽ പലരും എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ അവരുടെ പലരുടെയും കോളുകൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 2 കൂട്ടരോടും ഞാൻ സംസാരിച്ചു. കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ഇത് അറിയാതെ പോകുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ശ്രദ്ധിക്കാതെ പോകുന്നത്? കേരളത്തിൽ നിന്ന് ആളുകളെ ഇറക്കുന്ന സബ് ഏജന്റുമാര് ഇത് അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ പറഞ്ഞ തെളിവുകൾ, ഈ വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ അടക്കം ഞാൻ ഈ ലൈവ് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. ഏതെങ്കിലും സബ് ഏജന്റുമാർ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇനി എനിക്കെതിരെ വരണേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് ആ വെബ്സൈറ്റുകളൊക്കെ ഒന്ന് കയറി പഠിക്കാം. ഇനി നിങ്ങൾ അറിയാതെ പോയതാണെങ്കിൽ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. ഇതൊക്കെ ഒന്ന് ഇരുന്ന് കയറി പഠിച്ചിട്ട്, ഓക്കെ, ഇവിടെ ഇസ്രായേലിലെ ഏജൻസികളോട് നിങ്ങളൊന്ന് പറയുക, ഇന്ത്യ ഗവൺമെന്റും ഇസ്രായേൽ ഗവൺമെന്റുമായിട്ട് ഇങ്ങനെ ഒരു G2G എഗ്രിമെന്റ് സൈൻ ആയല്ലോ, പിന്നെ എന്തിനാണ്? വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുണ്ട്. നമ്മുടെ സബ് ഏജന്റുമാരെല്ലാം പറയുന്ന ഒരു കാര്യം എന്നറിയാവോ? ഇസ്രായേലിലുള്ള ഏജൻസികൾക്ക് കമ്മീഷൻ കൊടുത്താലേ വിസ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ഏജന്റുമാര് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാര് ഇസ്രായേലിലുള്ള ഏത് ഏജൻസികൾക്ക് കമ്മീഷൻ കൊടുത്തിട്ടാ ഇവിടെ വരുന്നേ? നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഒരു ഇസ്രായേലി ഏജൻസികൾക്കും കമ്മീഷൻ കൊടുക്കാതെ വിസ കിട്ടുന്നുണ്ട്. കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രം ഇസ്രായേലിലുള്ള ഏജൻസികൾക്ക് കമ്മീഷൻ കൊടുക്കാതെ വിസ കിട്ടുന്നില്ല. അതെന്തുകൊണ്ട്? എന്ത് നിയമമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ ആൾക്കാർക്ക് മാത്രമായിട്ടൊരു നിയമം ഉണ്ടോ? ഇന്ത്യ ഗവൺമെന്റും ഇസ്രായേൽ ഗവൺമെന്റും തമ്മിൽ ഒരു എഗ്രിമെന്റ് പാസ്സായെങ്കിൽ അത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും ഒരുപോലെ കിട്ടണ്ടേ? നോർത്ത് ഇന്ത്യക്കാർക്ക് മാത്രമാണോ ഉള്ളത്? സൗത്ത് ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ടാ ആ ഒരു ആനുകൂല്യം കിട്ടാത്ത? എന്തുകൊണ്ടാ? അപ്പൊ കേരളത്തിൽ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന മലയാളികളെ, ഇസ്രായേലിലുള്ള മലയാളികള് അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ബന്ധുക്കളെയൊക്കെ ഇവിടെ ഇറക്കാൻ വേണ്ടി ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് പേര് ഈ അഡ്വർടൈസ്മെന്റ് കിട്ടുന്ന വർക്ക് എഗ്രിമെന്റ് ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. ചേച്ചി ഇത് ജെന്യൂൻ ആണോ? എന്തിനാ നിങ്ങൾ ഇതിന്റെയൊക്കെ പുറകെ പോകുന്നേ? എന്തിനാ ഈ അഡ്വർടൈസ്മെന്റിന്റെ പുറകെ ജെന്യൂൻ ആണോ എന്തിനാ പോകുന്നേ? കൃത്യമായ വെബ്സൈറ്റുകളുണ്ട് ഇതിനൊക്കെ. നിങ്ങളൊന്ന് കയറി നോക്ക്, ഒന്ന് പഠിക്ക്. ഓക്കെ, ഇനി അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയം എടുത്ത് ഇതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്ന ഞങ്ങളെ പോലെയുള്ളവരുടെ സമയത്തെ ഒന്ന് മാനിക്ക്. ഓക്കെ, ഇനി ഞങ്ങളെ ഒന്നും വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കവലോപതം എന്നൊക്കെ പറഞ്ഞ നിയമ സംവിധാനങ്ങളുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, അവരുടെ FB ID എല്ലാം ലൈവിലൊക്കെ വന്നിരുന്ന് പബ്ലിക്കായിട്ട് ഞാൻ പറയുന്നില്ലേ, നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ കൊണ്ട് പൈസ കൊടുക്ക്. ഈ അടുത്തിടയ്ക്കായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് ക്ലീനിങ്ങിന് കൊണ്ടുവരാം, പിന്നെ എന്താണ് ബേക്കറിയിലേക്ക് പണിക്ക് കൊണ്ടുവരുന്നു. കേട്ടോണം, ക്ലീനിങ്, ബേക്കറി പണി, പിന്നെ ബേത്താവൂത്തുകളിൽ മണിക്കൂർ ബേസിൽ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ പേര്, അവരുടെ എംബ്ലം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഹീബ്രുവില് വർക്ക് ഓർഡർ കൊടുത്ത് ഇസ്രായേലിലുള്ള ഏജൻസിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ പൈസ മേടിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളെല്ലാവരും കാണുമ്പം പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റി എന്ന് വലത്തേ സൈഡിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ എംബ്ലം ഉണ്ട്. കൊഹേൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇസ്രായേൽ ഏജൻസിയുടെ പേരുണ്ട്. ഇസ്രായേൽ കോഡ് വെച്ചിട്ട് നമ്പർ ഉണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഒറിജിനലാന്ന്. അങ്ങനെയുള്ള ഇസ്രായേൽ എംബസിയുടെ, ഈവൻ നമ്മുടെ പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ എംബ്ലം വരെ അനാവശ്യമായിട്ട് ഉപയോഗിച്ച് റോങ് ആയിട്ട്, എന്താ പറയുക, ഫ്രോഡായിട്ട് ചെയ്ത വർക്ക് എഗ്രിമെന്റ് വരെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു. നമ്മൾ അതെല്ലാം മിനിസ്ട്രിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റി എന്ന് കാണുന്നു, അതിന്റെ എംബ്ലം കാണുന്നു, ഇസ്രായേലിന്റെ കോഡിലുള്ള ഒരു നമ്പർ കാണുന്നു, ഇസ്രായേലിന്റെ പേരിലുള്ള ഒരു ഏജൻസിയുടെ പേര് കാണുന്നു,
എന്നും പറഞ്ഞുകൊണ്ട് ക്ലീനിങ്ങിന് ഇവിടെ കൊണ്ടുവരാം. ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ കൊണ്ട് പൈസ കൊടുക്കരുതേ. കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ കാറ്റഗറീസ് ഉണ്ട്. കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ്, ഒരു നിർമ്മാണ പദ്ധതിയാണ്, നിർമ്മാണ മേഖലയാണ്. ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ അതിനകത്ത് മേസ്തിരിമാരുണ്ട്, ഇലക്ട്രീഷ്യന്മാരുണ്ട്, AC ടെക്നീഷ്യന്മാരുണ്ട്, പ്ലംബർമാരുണ്ട്. അതുകൂടാതെ അതിനകത്ത് എന്തൊക്കെ ടെക്നിക്കൽ മേഖലയുണ്ടോ ഈ നിർമ്മാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലേക്കും നിലവിൽ ആൾക്കാർ വരുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായ ലൈസൻസോടുകൂടി ചില ഏജൻസികൾക്ക് വിസ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നിർമ്മാണ മേഖലയിലാണെന്നും പറഞ്ഞുകൊണ്ട് ക്ലീനിങ്ങിന്, ബേക്കറിയിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക നൈറ്റ് ജോബ്, പിന്നെന്താണ് ഓൾഡ് ഏജ് ഹോമിൽ ക്ലീനിങ്, ഇതൊക്കെ ചുമ്മാതെയാ എന്റെ കുഞ്ഞുങ്ങളെ, ചുമ്മാതെയാ എന്റെ സഹോദരങ്ങളെ. നിങ്ങൾ വെറുതെ പോയി പറ്റിക്കപ്പെടരുത് കേട്ടോ. കൃത്യമായ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് അറിയാം നിങ്ങൾക്ക് ആ കൺസ്ട്രക്ഷൻ മേഖലയിൽ എന്തൊക്കെ അറിവാണുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് എന്താണ്, നിങ്ങളൊരു മേസ്ത്രിയാണോ, നിങ്ങളൊരു പെയിന്റർ ആണോ, നിങ്ങളൊരു എന്താ പറയുക പ്ലംബർ ആണോ, നിങ്ങളൊരു ഇലക്ട്രീഷ്യൻ ആണോ, നിങ്ങളൊരു AC ടെക്നീഷ്യൻ ആണോ. ഇനി അതല്ലാതെ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ഒരു നിർമ്മാണ മേഖലയിൽ എന്തൊക്കെയാണ്, എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ പറയാൻ. ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. നിർമ്മാണ മേഖലയിൽ പെട്ട എന്തെങ്കിലുമൊക്കെ ആണോ നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങൾ അപ്ലൈ ചെയ്തു. അതല്ലാതെ ക്ലീനിങ്, കുക്കിംഗ്, ഓൾഡ് ഏജ് ഹോമിലേക്ക് മണിക്കൂർ കണക്കിന്, ഇതൊക്കെ ചുമ്മാതെയാണ്. പിന്നെ അച്ഛന്മാരെ മറവ് പിടിച്ച് അച്ഛന്മാരുടെ സഹോദരങ്ങള്, അച്ഛന്മാരുടെ കൂട്ടുകാര്, പള്ളിയിലച്ഛന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതുപോലെ പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പായിട്ട് ഒരു 100 പേരെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഇന്ന ദിവസത്തിനുള്ളിൽ ഇത്ര ലക്ഷം രൂപ കൊടുത്താൽ ഇറക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടില് ഒരുപാട് പേര് മനുഷ്യരെ പറ്റിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറ്റിക്കലിലൊന്നും പോയി പെടരുത്. നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുക കേട്ടോ. കണ്ടു കഴിഞ്ഞാല് പക്ക ജെന്യൂനായിട്ട് ഒറിജിനലിനെ പോലും തോക്കുന്ന അത്രയും ഫ്രോഡായിട്ടുള്ള വർക്ക് എഗ്രിമെന്റ്, ജോബ് ഓഫർ, ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മിനിസ്ട്രിക്ക് കൊടുത്തിട്ടുമുണ്ട്. തന്ന ആൾക്കാരെയും കിട്ടിയ ആൾക്കാരെയും ഒക്കെ നമുക്കറിയാം, കൊടുക്കുന്ന ആൾക്കാരെയും കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാം, പരാതിക്കാരായിട്ട് ഒരുപാട് പേര് വരും. പക്ഷെ ഒന്ന് പബ്ലിക്കിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ ആരും വരത്തില്ല. പക്ഷേ ഒരുപാട് കംപ്ലൈന്റ് കിട്ടിയതിന്റെ വെളിച്ചത്തിലും അത് ജെന്യുവനായിട്ട് അന്വേഷിച്ച് വെറും ഫ്രോഡ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കൺസ്ട്രക്ഷൻ മേഖലയെ കുറിച്ച് പറയാനുള്ളത്. കുറെ സമയമായി. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് 1-2 കാര്യങ്ങളും കൂടെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവരെ ഒന്ന് മാറ്റി നിർത്തുവാണ്. കെയർ ഗീവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ, ഇന്ന് നിങ്ങൾ കവലവോതിന്റെ ഒരു സർക്കുലർ പ്രത്യേകം ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലെ. ഒത്തിരി പേര് പല സാഹചര്യങ്ങളാൽ നാട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ പോയി വരാനുള്ള പെർമിറ്റ് റീ എൻട്രി അടിക്കാതെ നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ശ്രദ്ധയിൽ അടുത്ത ദിവസങ്ങളിൽ പറ്റിയിട്ടുണ്ട്. അവരുടെ ചിലരുടെയെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ട് കവലവോതിനെ അത് ബോധിപ്പിച്ചു. കവലവോത് പോലും ഇടപെട്ടിട്ട് പല കാര്യങ്ങളിലും സൊല്യൂഷൻ കിട്ടാതെ നാട്ടിൽ പെട്ടു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് അവർ ഇന്ന് രാവിലെ ഒരു സർക്കുലർ, ശനിയാഴ്ച ആയിട്ട് പോലും ആ പേഴ്സൺ, ആ ഒഫീഷ്യല് വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്ത ഒരു സർക്കുലർ ആണ് ഇന്നെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കഠിനാധ്വാനം ഉണ്ട്. നിങ്ങൾ അതിനെ മാനിക്കുക. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ചുമ്മാതെ പറയുന്നതാണ് എന്ന് പറഞ്ഞു പരത്തുന്ന സ്വഭാവം ഒന്ന് മാറ്റി നിർത്തുക. അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാര് ജൂനിയേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരോട് ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാ, ഇതിന് വേറെ ആൾക്കാര് റീ എൻട്രി ഇല്ലാതെ നാട്ടിൽ പോയിട്ടുണ്ടെന്നേ, ഫാമിലി അയച്ചു തരുമെന്നേ, പൊക്കോന്നേ എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്തു വിടുന്ന ആരും നാട്ടിൽ പെട്ട് കഴിയുമ്പോൾ ഈ ധൈര്യം കൊടുക്കുന്ന ആരും അവരുടെ കൂടെ നിൽക്കത്തില്ല. അതുകൊണ്ട് അറിയത്തില്ലാത്ത കാര്യങ്ങള്, ഉറപ്പില്ലാത്ത കാര്യങ്ങള് പറഞ്ഞ് നമ്മുടെ ജൂനിയേഴ്സിനെ, പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ, നമ്മുടെ സഹോദരങ്ങളെ പറ്റിക്കരുതേ. ഇതൊരു അപേക്ഷയാണ്. നാട്ടിലേക്ക് പോകാൻ എന്ത് എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും, നമ്മുടെ ജീവിത പങ്കാളി മരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്, മാതാപിതാക്കൾ മരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്, സഹോദരങ്ങൾ മരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. എന്തിനു വേണ്ടി? സ്വന്തം കുഞ്ഞുങ്ങളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി നാട്ടിൽ പോകാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് റീ എൻട്രി കിട്ടിയില്ലെങ്കിലും ഫാമിലിയെ വിശ്വസിച്ച്, ഏജൻസിയെ വിശ്വസിച്ച് നമ്മളിൽ പലരും നാട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെയുള്ള ഫാമിലികളെയും ഇവിടെയുള്ള ഏജൻസികളെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അവരുടെ ജോലിക്ക് നമ്മൾ പകരമായിട്ട് കൊടുക്കുന്ന ആൾക്കാരെ ഒരുപക്ഷെ നമ്മളെക്കാട്ടിൽ കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെടാം. ഇനി
നമ്മൾ പകരം കൊടുക്കുന്ന ആൾക്കാര് 2-3 ദിവസം കഴിയുമ്പോൾ ആ ജോലി ബുദ്ധിമുട്ടായിട്ട് ഇറങ്ങി പോകുന്നവരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് പെർമനന്റ് ആയിട്ട് ഒരാളെ അവരവിടെ പിടിച്ച് റീപ്ലേസ് ചെയ്യും. അന്നേരം ഓട്ടോമാറ്റിക്കലി നമുക്ക് അവർക്ക് റീ എൻട്രി തരാൻ പറ്റത്തില്ല. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരും ആവശ്യക്കാരാണ്. അതുകൊണ്ട് എത്ര എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നാട്ടിൽ പോയിട്ട് തിരിച്ചു വരണം എന്ന ആവശ്യമുള്ളവരാണെങ്കിൽ റീ എൻട്രി അടിക്കാതെ നിങ്ങൾ നാട്ടിൽ പോവരുത് കേട്ടോ. ഇതൊരു റിക്വസ്റ്റ് ആണ്, ജസ്റ്റ് ഒരു അഡ്വൈസ് ആണ്. തീരുമാനം എപ്പോഴും നിങ്ങളുടേതാണ്. ഇനി മൂന്നാമതായിട്ട് ഈ അടുത്ത ദിവസം ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന പേഷ്യന്റ് വീടുകളിൽ വെച്ച് മരിക്കാറുണ്ട്. ഓക്കെ, വീട്ടിൽ വെച്ച് മരിച്ചു എന്ന് ഉറപ്പാക്കിയാൽ പോലും നമ്മുടെ ഫാമിലി വിളിച്ചില്ലെങ്കിലും നമ്മൾ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ സ്റ്റാഫ് വന്ന് മരണം സ്ഥിരീകരിക്കണം. അതല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ അടുത്ത് വന്ന ചില ഒരു കേസ്, 1-2 കേസിന്റെ ബേസിലാണ് ഈ പറയുന്നത്. ഓക്കെ, ചില ഫാമിലികളെങ്കിലും ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഫാമിലികൾ വേഗം പോലീസിനെ വിളിക്കും. പോലീസ് വന്നിട്ട് പറയും, അയ്യോ പേഷ്യന്റ് മരിച്ചു, നിങ്ങൾ അടക്കിക്കോ എന്ന് പറയും. ഫാമിലി ഒന്ന് കേട്ട് 2 കേട്ട് അവർ പിറ്റേ ദിവസം അടക്കം കഴിഞ്ഞു. പേഷ്യന്റിന്റെ അടക്കം കഴിഞ്ഞിട്ട് ആയിരിക്കും ചിലപ്പോ ഹോസ്പിറ്റലോ മിനിസ്ട്രിയോ ശ്രദ്ധിക്കുന്നത് ഇന്നയാള് മരിച്ചു എന്നുള്ളത്. പക്ഷെ മെഡിക്കൽ സ്റ്റാഫ് മരണം സ്ഥിരീകരിക്കാതെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന്റെ സൈറ്റിൽ നിന്ന് ഒരു പേഷ്യന്റ് മരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുകയോ നമ്മുടെ രജിസ്ട്രേഷൻ പേഷ്യന്റ് മരിച്ചു എന്ന കാരണത്താൽ കട്ടാവുകയോ ചെയ്യില്ല. അത് നമ്മളെ ബാധിക്കും നാളെ. അതുകൊണ്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന പേഷ്യന്റ് വീട്ടിൽ വെച്ച് മരിച്ചാൽ ഈവൻ വീട്ടുകാർ വിളിച്ചില്ലെങ്കിൽ പോലും നമ്മൾ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തി മെഡിക്കൽ സ്റ്റാഫ് വന്ന് ആ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക കേട്ടോ. ഒരുപാട് സമയമായി, അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുവാണ്. ഇനി കുറെ കാര്യങ്ങളും കൂടി ഉണ്ട് പറയാന്. അടുത്ത ദിവസം തന്നെ വേറൊരു ലൈവ് വരാം, കാരണം 3/4 മണിക്കൂറായി. ഈ ലൈവിന്റെ ഒക്കെ സമയത്തിന്റെ ദൈർഘ്യത കാണുമ്പോൾ ഉണ്ടല്ലോ, ആൾക്കാർ മൊത്തം കേൾക്കത്തില്ല. ഇത് കേൾക്കാതെ പേഴ്സണലായിട്ട് വന്ന് ചോദ്യമാണ് സംശയം. അപ്പൊ എല്ലാവരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ബിയൂണിക് എന്ന് പറയുന്നത്. താമസിക്കാതെ തന്നെ ഒരു ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. എല്ലാവരും ക്ഷമയോടുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഞാനത് ഏറ്റവും അവസാനം പറയാൻ വേണ്ടി മിച്ചം വെച്ചതാണ്. കാരണം ആരൊക്കെ ഇത് ക്ഷമയോടെ കേൾക്കും എന്നെനിക്ക് അറിയണം. നമ്മൾ നേരത്തെ കൺസ്ട്രക്ഷൻ മേഖലയിലെ G2G ബയലാട്രൽ എഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഏറ്റവും ആദ്യം അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടത് നമ്മുടെ എംബസിയിലാണ് അല്ലെ, എംബസിയുടെ വെബ്സൈറ്റിലാണ്. എംബസിയുടെ വെബ്സൈറ്റിൽ ഏറ്റവും അവസാനമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് 2023 ഓക്കെ. ഈ ബയലാട്രൽ എഗ്രിമെന്റ് G2G എന്ന ബയലാട്രൽ എഗ്രിമെന്റ്, കൺസ്ട്രക്ഷൻ മേഖലയിലെ ബയലാട്രൽ എഗ്രിമെന്റ് സൈൻ ആയത് 2024 2023 എംബസിയുടെ സൈറ്റിൽ ഏറ്റവും അവസാനമായിട്ട് ഈ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് ഫോർ ടെമ്പററി എംപ്ലോയ്മെന്റ് ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ സ്പെസിഫിക് ലേബർ മാർക്കറ്റ് സെക്ടർ ഇൻ ഇസ്രായേൽ and associated implementation protocols for temporary employment of Indian nationals in the caregiver and construction sectors in Israel. ഞാൻ ഈ ലിങ്കുകളെല്ലാം ഈ ലൈവ് വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരാണ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് കയറി പഠിക്കുക കേട്ടോ. കാരണം ഞാൻ കുറെ ദിവസങ്ങളായി ഇതിന്റെ പുറകെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എത്ര പേര് ഇത് കറക്റ്റായിട്ട് പഠിക്കുമെന്നും മനസ്സിലാക്കുമെന്നും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിന്റ് ഏറ്റവും അവസാനത്തേക്ക് വെച്ചത് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ പോലും ഇതുവരെയും ഇങ്ങനെ ഒരു G2G എഗ്രിമെന്റ് സൈൻ ആയതായിട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. മനസ്സിലായോ? ഈ സർവീസ് കിട്ടുന്നത് ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ മാത്രമാണ്. അപ്പോ ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന മലയാളികളെ, ഇന്ത്യക്കാരെ, കേരളക്കാരെ, കേരളത്തിലെ മാധ്യമങ്ങളെ, കേരളത്തിലെ യൂട്യൂബേഴ്സ്, ഇവിടെ കേരളത്തിൽ നിന്നുള്ള യൂട്യൂബേഴ്സ് ഇസ്രായേലിന്റെ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി തെറി വിളിച്ച് ട്രോൾ ചെയ്ത് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് സ്ത്രീകളെ അപമാനിക്കുന്നു. എന്തൊക്കെയാണ് ബഹളം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനൊന്നും ഇവിടെയൊന്നും ആരും ഇല്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇസ്രായേൽ മലയാളികൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളെ ആരും ശ്രദ്ധിക്കാനില്ല. പക്ഷെ ഞങ്ങൾ ശ്രദ്ധിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെയും കൂടി ഒന്ന് ശ്രദ്ധിക്കൂ. കേരളത്തിലെ മാധ്യമങ്ങളെ, യൂട്യൂബേഴ്സെ,
കേരള സർക്കാരെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, എന്നാലും വിളിച്ചു പോവുകയാണ് കേട്ടോ, ഒരു ഫൈനൽ പ്രതീക്ഷ എന്നുള്ള രീതിയിൽ. അപ്പൊ ശരി, ഞാൻ എന്തെങ്കിലും ഓവറായിട്ട് പറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കുക. ഇതിനകത്തൊക്കെ ഒരുപാട് അജണ്ടകളുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, മതമുണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ സംസാരിച്ചത് എന്തൊക്കെ വെബ്സൈറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്, എന്തൊക്കെ ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ്, ആ സൈറ്റുകളെല്ലാം, ആ ലിങ്കുകളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സമയമുള്ളപ്പം എല്ലാവരും സമയം പോലെ ഇരുന്നൊന്ന് പഠിച്ചിട്ട് മാത്രം ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞാൽ മതി. പഠിക്കാതെ ആരും ഇതിനകത്ത് അഭിപ്രായം പറയുകയും വേണ്ട. എന്നെ കേൾക്കുന്ന സബ് ഏജന്റുമാരോട് പ്രത്യേകിച്ച്, നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്കറിയാം, ഇവിടെ കമ്മീഷൻ കൊടുക്കാതെ വിസ കിട്ടത്തില്ല, ചുമ്മാതെ ആരും ചാരിറ്റിക്ക് ചെയ്യത്തില്ല. ശരിയാണ്, നിങ്ങൾ ചെയ്യുന്ന സർവീസിന്റെ ഒരു പ്രതിഫലം നിങ്ങൾ മേടിച്ചോ, കുഴപ്പമില്ല. പക്ഷെ നോർത്ത് ഇന്ത്യക്കാർക്ക് പൈസ കൊടുക്കാതെ വിസ കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലുള്ളവർക്കും തമിഴ്നാട്ടിലുള്ളവർക്കും സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് കിട്ടുന്നില്ല? അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അതിന് മാത്രം നിങ്ങൾ മറുപടി തന്നാൽ മതി. ഓക്കെ, അപ്പോ മലയാളികളെ കണ്ണൊന്ന് തുറക്ക്. ഓക്കെ, ചുമ്മാതെ കൊണ്ടുപോയി പൈസ കൊടുത്ത് ഇവരുടെയൊക്കെ ഇടയ്ക്ക് കൊണ്ട് തല കൊണ്ട് വെച്ചു കൊടുക്കാതിരിക്കുക. ഇനി എൻ്റെ അടുത്ത് ആരും ദയവ് ചെയ്ത് ഇവിടെ പൈസ ഇല്ലാതെ ഇറക്കാവോ, വിസ മേടിച്ചു തരാവോ എന്നും ചോദിച്ചുകൊണ്ട് വരരുതേ. താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്, വേണ്ടാത്തോണ്ടാണ്. എനിക്ക് ആ മേഖലയിലേക്ക് ഇറങ്ങാനും താല്പര്യമില്ല, എനിക്ക് അങ്ങനത്തെ ലാഭവും വേണ്ട, ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നത്, എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഇരുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് പച്ച മലയാളത്തില്. ഇവിടെ ഇപ്പൊ ഇംഗ്ലീഷ് അറിയത്തില്ലാത്തവരുണ്ട്, ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ട്, ഹീബ്രു വായിക്കാൻ അറിയാവുന്നവരുണ്ട്, ഹീബ്രു എഴുതാൻ അറിയാവുന്നവരുണ്ട്, ഹീബ്രുവിൽ തന്നെ കേട്ട് മനസ്സിലാക്കാൻ അറിയാവുന്നവരുണ്ട്. ഇതൊന്നും ഇല്ലാത്ത വളരെ ചെറിയൊരു ശതമാനം പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മലയാളികളുണ്ട്. ആ മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അവരിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള സോഷ്യൽ വർക്ക് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അത് ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിന്റെ പേരിൽ ഞാൻ പൈസ ഉണ്ടാക്കുവാണെന്ന് പറയുന്നവരോട് ഒരു കാര്യം, ഫീസ് മേടിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഫീസ് മേടിച്ച് തന്നെ ചെയ്യും, അതല്ലാതെയുള്ള കാര്യങ്ങൾ സോഷ്യൽ സർവീസ് ആയിട്ട് തന്നെ ചെയ്യും. ഇതുവരെ ഷൈനി ബാബു അങ്ങനെ തന്നെയായിരുന്നു, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോ ഗുഡ് നൈറ്റ് ടു എവ്രി വൺ, ഓൾ ദി ബെസ്റ്റ്. കണ്ണു തുറന്ന്, ചെവി തുറന്ന്, തല തുറന്ന്, തലച്ചോറ് തുറന്ന് എല്ലാം ഒന്ന് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇതൊരു അഡ്വൈസ് ആണ്, ഒരിക്കലും ഒരു ഓർഡർ അല്ല. നിങ്ങൾ എല്ലാവരും പ്രായപൂർത്തിയായ ആൾക്കാരാണ് എന്നെ കേൾക്കുന്നത്, തീരുമാനങ്ങൾ എപ്പോഴും നിങ്ങളുടേതാണ്. ഓക്കെ, അപ്പൊ ശരി, ബൈ ബൈ.